ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ബാഹ്യമായ അമലുകളെ കുറിച്ചാണ്. അതിന് ആ ഉസ്താദിനെ പിൻപറ്റി നമുക്കൊരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ ബാത്തിനിയായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശേഖന്മാർ തന്നെ പഠിക്കണം. അത് ആ ഉസ്താദിന് എതിരല്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 10-12 കൊല്ലം ഉസ്താദിൽ പഠിച്ചു, പനി വന്ന ഉസ്താദത്തൊക്കെ പോവാ, ഡോക്ടറെ അടുത്ത് പോകണ്ടേ അല്ലേ? ഒരു ബാഗ് വാങ്ങാൻ ഉസ്താദത്തൊക്കെ പോവാ, അതിന്റെ കടയിൽ പോകണ്ടേ അല്ലേ? എന്തൊരു വിഷയമാണെങ്കിലും അതിൻ്റെതായ ആൾക്കാർക്ക് പോകണം. എന്നതുപോലെ ത്വരീഖത്ത് ഷെയ്ഖ് തസൂഫ് എന്ന വിഷയത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കൈ സമീപിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്റെ പഠിപ്പിച്ച ഉസ്താദ് എന്ന ഷെയ്ഖ് അത് ഇട്ടറിഞ്ഞു പോകാൻ എനിക്ക് പറ്റില്ല, അത് ഇട്ടറിഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് വേറെ ഇത് വേറെ, ഇത് രണ്ടും ഒരാളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് മഹാത്ഭുതമാണ്. ശരിക്കും സത്യം പറഞ്ഞാല് അങ്ങനെ ത്വരീഖത്തില്ലാത്ത, ഇങ്ങനെ മശായിഖന്മാരുമായി കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ കീഴിൽ പഠിക്കാൻ തന്നെ പാടില്ല. നമ്മുടെ നാട്ടിൽ സാഹചര്യം അങ്ങനെയല്ല. എന്താണ് പഠിച്ചാൽ കുഴപ്പം? അവരെ അടുത്ത് നൂറുണ്ടാവില്ല, ഇൽമ നൂറാണ്. ലാ യുത്താലി ആസ്തി എന്ന ദോഷികൾക്ക് അല്ല കൊടുക്കൂല. ബഹുമാനപ്പെട്ട വക്കീൽ അള്ളാഹിനെ പാടിയ പാട്ടാണ്. ആരാണ് ദോഷി? ബഹുമാനപ്പെട്ട ഷറായിമാവ് പറയുന്നുണ്ട്, നിങ്ങൾ ആസ്വലില്ലാഹി റസൂലി ആവരുത്. ഒരു ത്വരീഖത്തിനെ എതിർത്തിട്ട് ത്വരീഖത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്കും റസൂലിനും എതിരെ മാറ് ചെയ്യുന്നവനാവരുത്. ആസ്വി എന്ന വാക്ക് ഇതിനെ എതിർക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഇനി ഷെയ്ഖ് ഇല്ലാത്ത ഒരാളാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഉസ്താദ് എങ്കിൽ ഷെയ്ഖ് ഇല്ലാത്ത ഷെയ്ഖ് ഷെയ്ത്താനാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂജൽ ഇസ്ലാമിയെ പോലുള്ള, റസൂലുള്ളാഹിനെ പോലുള്ള, ബഹുമാനപ്പെട്ട വസാരി ഇമാമിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.